കനത്ത മഴയിൽ തൃശൂർ പടിയൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നതാണ് വെള്ളം കയറാൻ ഇടയാക്കിയത്. സംഭവത്തെ തുടർന്ന് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞുവെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചിരിക്കുന്നു. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സൂരജ്, പടിയൂരിൽ വീടുകളിൽ വെള്ളം കയറിയ സംഭവത്തിലാണല്ലോ ഇന്ന് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെക്കുന്ന സ്ഥിതി ഉണ്ടായത്. എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, എത്രത്തോളമാണ് ഇവരുടെ ദുരിതമെന്ന് കണ്ടറിയാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ മുട്ടറ്റം, അതായത് മുട്ടറ്റത്തിന് മുകളിൽ വെള്ളമുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഇത് വീട്ടിലേക്ക് സാധാരണഗതിയിൽ നടന്നു പോയിരുന്ന വഴിയാണ്. ആ വീട്ടിൽ ഇപ്പോൾ ഇവർ ഈ വീട് ഉപേക്ഷിച്ച് തന്നെ പോകേണ്ട അവസ്ഥയിലായിരിക്കുന്നു. ഇങ്ങനെ 100 കുടുംബങ്ങളാണ്, പടിയൂർ പഞ്ചായത്തിന് ഒരു 100 മീറ്റർ അകലെ താമസിക്കുന്ന കുടുംബങ്ങളാണ്. ഇവരാണ് ഈ ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ പടിയൂരിൽ ഒരു പാലം നിർമ്മിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ പാലം നിർമ്മിച്ചത് അശാസ്ത്രീയമാണ്. അതേ തുടർന്ന് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇടയ്ക്ക് നിർത്തിവെക്കുകയും പിന്നീട് ആ നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയും ഒക്കെ ചെയ്തു. ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ചിരുന്ന ആ ബണ്ട് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയ ബണ്ട് പൊളിക്കാൻ കഴിയാതെ പോയതാണ് ഈ പ്രതിസന്ധി വർദ്ധിപ്പിച്ചതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അതായത് ഓരോ നിമിഷം ചെല്ലും തോറും ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചേട്ടാ, എങ്ങനെയാ വെള്ളം കയറി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? വെള്ളം കയറി ഒരാഴ്ചയായി. വെള്ളം കയറി തുടങ്ങിയിട്ട് കുറച്ച് വെള്ളം കയറി തുടങ്ങും, പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട്ടുകാരൊന്നും ഇല്ല. ഭാര്യയും മോനും മരുമോളും വേറെ വീടുകൾക്ക് ഉപേക്ഷിച്ച് പോയിക്കുന്നത്. ക്യാമ്പ് തുടങ്ങിയവര് ക്യാമ്പിൽ ക്യാമ്പിൽ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബന്ധുവീട്ടിൽ പോകാനാണ് കുറച്ച് നല്ലത് തോന്നി. അതിനും ക്യാമ്പിൽ. എത്ര കുടുംബങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ദുരിതത്തിലായിരിക്കുന്നത്? ഇവിടെ ഒരു 40 കുടുംബങ്ങൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്താ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് എന്തായിരുന്നു? ഇവിടെ ഈ പാലം പണി എന്ന് പറഞ്ഞിട്ട് അത് ബണ്ട് കെട്ടിയെന്ന് പറഞ്ഞിട്ട് വെള്ളം പോണില്ല. ഇതുവരെ ഞങ്ങൾ അങ്ങനെ മാറിയിട്ടില്ല. 2012 വെള്ളപ്പൊക്കത്തിന് മാറിയിട്ടുണ്ട്, അതല്ലാതെ വേറെ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ ഇതിന് മാറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത്. പാലം നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര നാളായി? അത് ഈ നാലമ്പലത്തിന് വേണ്ടി തുടങ്ങിയാണ്. ഒരു വർഷത്തിനടുത്ത് ആവാറെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അതിനെ പറ്റി. പ്രതിസന്ധിയിലാണ്, വളരെ പ്രതിസന്ധിയിലാണ്. ഗോപികൃഷ്ണൻ, ഈ വീട് മാത്രമല്ല, പരിസര പ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. പല ഭാഗത്തും, അതായത് ചിലയിടങ്ങളിൽ അരപ്പൊക്കത്തിലൊക്കെ വെള്ളമുണ്ടെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ആ വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. സമീപത്തെ എതിർവശത്തുള്ള വീട്ടിലേക്കൊക്കെ അടക്കം, അതായത് ഇവർ പറയുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ പെയ്ത മഴയിൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ ജലനിരപ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീടുകളിലേക്ക് ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന അടിയന്തരമായി ബണ്ട് തുറക്കാൻ, താൽക്കാലികമായെങ്കിലും ആ ബണ്ട് തുറക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ മേഖലയിലാകെ കനത്ത വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടിയന്തരമായി ജില്ലയിലെ തഹസിൽദാർ ഇവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക ബണ്ടുണ്ട്, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഈ സമീപ പ്രദേശത്തെ വീടുകളിലാകെ വെള്ളം കയറാൻ ഇടയാക്കിയത് എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് ആ ബണ്ട് താൽക്കാലികമായി തുറക്കണം, എന്നാൽ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് പോലും വഞ്ചിയിൽ പോകേണ്ട, വള്ളത്തിൽ പോകേണ്ട അവസ്ഥയിലേക്ക് ആ വീട്ടുകാരുടെ ദുരവസ്ഥ ആയി അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ വേണം എന്നതാണ് ആ നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.